അച്ഛന്റെ പാട്ടാണോ ഈ കേക്കുന്നേ? ആ ബേബിയങ്ങളിലൂടെ. അച്ഛൻ പാടുവോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആമി, എനിക്ക് തലവേദന ഉണ്ട്. അച്ഛൻ ടാബ്ലറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാന്നല്ലേ പറഞ്ഞത്? അത് അച്ഛന്റെ കയ്യിൽ കാണും. ആമി, അതൊന്ന് പോയി വാങ്ങിച്ചിട്ട് വാ. ചേട്ടനൂടെ വാ. നമ്മൾ രണ്ടുപേരൂടെ ചെന്ന് വിളിച്ച അച്ഛൻ വരും. വാ, അച്ഛൻ്റെ കൂടെ കിടക്കാം. പല്ലവി ചേച്ചി വന്ന് നമ്മളോട് കിടക്കാനാ. ചേച്ചി നല്ല രസമായിരുന്നു. നല്ല കഥയൊക്കെ പറഞ്ഞുതരും. ബാ, നമുക്ക് പോയി വിളിക്കാം. പതുക്കെ. കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ, എന്റെ മുന്നാരെ എന്നെയും ഓർത്തിടണേ. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ചേട്ടനവിടെ നിൽക്ക്, ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരാം. എന്റെ മുന്നാരെ മാമ്പഴമാകട്ടേന്ന്. വെള്ളമേ പുള്ളിയുള്ള എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ. എന്താ തന്നു. അച്ഛനെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ. അച്ഛനെ വിളിച്ചോണ്ട് പോവാനോ? എവിടെ? ഞങ്ങൾ അച്ഛൻ്റെ കൂടെ കിടക്കുന്നു. എന്നാലേ ഇനി അച്ഛനോട് കിടക്കാൻ പറ്റും തോന്നുന്നില്ല. ഞങ്ങൾ എല്ലാവരുടെ ബോംബെക്ക് പോവും. അതിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ദേ നോക്ക്, കണ്ട കണ്ണിമാങ്ങ പ്രായത്തിൽ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ. അല്ലുചേട്ടന്റെ തലവേദനയ്ക്കുള്ള മെഡിസിൻ അച്ഛൻ്റെ ഇല്ല. പോയി കിടക്കാം. ഇല്ല, എനിക്ക് അച്ഛനെ കാണണം. അച്ഛനെ കാണണം എനിക്ക്. അച്ഛൻ വരട്ടെ, അച്ഛനോട് ഇറങ്ങിയാ മതി. അങ്ങനെ കൂടെ കിടക്കാനേ അച്ഛനമ്മയൊന്നും കാണത്തില്ല. നാളത്തോട്ടെ ലതേച്ചി വരും. ലതേച്ചിയോടെ കിടന്നാ മതി. എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പല്ലവി ചേച്ചി വന്നാ മതി. പല്ലവി ചേച്ചിയോ? ഒരു പല്ലവി ചേച്ചിയും കാണത്തില്ല. അവക്ക് കൊടുക്കാനുള്ള കൊടുത്താ വിട്ടേക്കുന്നത്. നിങ്ങളുടെ പല്ലവി ചേച്ചിക്ക് ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ തറവാട്ട് വീട്ടിലും എന്റെ വീട്ടിലും കയറാനുള്ള അവകാശമില്ല. അവളിന്ന് കയറിയോണ്ടല്ലോ അവളെ മുട്ടുകാലയും തല്ലി പിടിക്കും. കയറി കിടന്നുറങ്ങും. ഉറങ്ങിക്കോളല്ലേ പറഞ്ഞോ? ലോക്ക് ചെയ്തിരിക്കുക. എനിക്ക് പേടിയാ ചേട്ടോ. പേടിക്കണ്ട, ആമി കിടന്നു. അച്ഛൻ വന്ന് തുറന്നോളൂ. അമ്മ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു. സാരമില്ല, ആമി കിടന്നു. ചേട്ടന് തലവേദനയല്ലേ? ഗുളിക കഴിച്ചില്ലല്ലോ. സാരമില്ല, ആമി കിടന്നോ. നമ്മളിപ്പോൾ പോകുന്നതേ സഫേര ഹോട്ടലിലേക്കാ. ഞാൻ നിങ്ങൾക്ക് അവിടെ റൂം പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം നിൽക്കേണ്ടി വരും. നമ്മൾ ഈ മാറ്റർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ചില മൂവ്മെൻറ്റ്സ് വേണ്ടി വരും. ഈ ഗവൺമെൻറ് തലത്തിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമൊക്കെ ഇടപെടലും വരും. അതുകൊണ്ട് എപ്പോഴും തോണിക്കരച്ച് നിന്നാൽ അത് ശരിയാവില്ല. സാറേ, സാറിൻ്റെ ഓഫീസിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും അവിടെ കാണും ചുരുണ്ട് കുടിക്കോളാം. വെറുതെ എന്തിനാ സാറേ കാശ് കളയുന്നേ? അതുകൊണ്ടല്ല കൊച്ചാപ്പ, ആ വീടിൻ്റെ ഉടമസ്ഥൻ ദുബായിൽ നിന്ന് വരിക. ഞാൻ ഉടനെ ഒഴിയണം. സാറേ, അത് വാടകയ്ക്കായിരുന്നു അപ്പോഴ്? എനിക്ക് വീടത്തിനാ കൊച്ചാപ്പ. ഞാനിങ്ങനെ നാട് ചുറ്റി നടക്കുമല്ലയോ കുറേ കാലം. ഡൽഹി, ബോംബെ, കൽക്കട്ട, ഇപ്പതാ കേരളത്തിലും. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണെന്ന് അറിയില്ലല്ലോ. സാറേ, ഇനി സാർ ഈ നാട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഒരു 10 സെന്റ് നമുക്കിവിടെ കാണാൻ സംഘടിപ്പിക്കാം. ഒരു നല്ല കൊച്ചു വീട്. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ സാർ അങ്ങ് പറഞ്ഞേച്ചാൽ മതി. ഒരിടത്തും സെറ്റിലാവാൻ പറ്റുന്ന ഒരു മനസ്സല്ല എനിക്ക്. ഡൽഹി കൊണാട്ട് പ്ലേസിൽ എനിക്കും എൻ്റെ ശിവപ്രിയയ്ക്കും ഒരു ഫ്ലാറ്റുണ്ട്. ഒരു 2 മുറി. അത് ഞങ്ങളുടെ തറവാടാ. എപ്പോഴായാലും മടങ്ങിപ്പോവാൻ അങ്ങനൊരു സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു 2 മാസം കഴിയട്ടെ. അതുവരെ ആൻസിക്ക് നല്ല തിരക്കായിരിക്കും.
അല്ല സർ, ഞാൻ ജോലിയൊന്നുമില്ലാതെ എങ്ങനെയാ? പണത്തിൻ്റെ കാര്യം ആലോചിച്ചല്ലേ? ഇയാൾ എനിക്ക് ഫീസൊന്നും തരണ്ടോ? പിന്നെ ഇയാൾക്ക് വല്ല പൈസ ആവശ്യമുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലോട്ട് അങ്ങോട്ട് തരാം. പലിശയൊന്നും തരണ്ട, കിട്ടുമ്പോൾ ഇങ്ങനെ തന്നാൽ മതി. അതെ, ആൻസി മോള് ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല. പോകണമെങ്കിൽ തന്നെ ആ വീഡിയോ വ്യാജമല്ലെന്ന് തെളിയണം. അന്തസ്സായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കണം. അപ്പൊ വന്നോളൂ സാറേ, ഒന്നാം തരം ജോലി, പഠിച്ച ജോലി. അവളെ കൊത്തിക്കൊണ്ടുപോകും, അല്ലേ സാറേ? അല്ലുചേട്ടന്റെ തലവേദനയ്ക്കുള്ള മെഡിസിൻ അച്ഛൻ്റെ ഇല്ല. ഇല്ല, എനിക്ക് അച്ഛനെ കാണണം. ഞാൻ പോവൂല. സർ, അച്ഛനെ കാണണം എനിക്ക്. സർ, എന്താ എന്താ ആൻസി? സർ, ഇത് സർ, സർ നോക്കിയൊന്ന്, അവൻ അയച്ചെന്നതാ ഋഷി. ഋഷിയോ? ഋഷിയോ? സർ നോക്കിയേ. എന്ത്? കുഞ്ഞുങ്ങളെടുത്ത് അവരെന്തൊക്കെയോ പറയുന്നു, നോക്ക്. അല്ലുചേട്ടന്റെ തലവേദനയ്ക്കുള്ള മെഡിസിൻ അച്ഛൻ്റെ ഇല്ല. ഇല്ല, എനിക്ക് അച്ഛനെ കാണണം. ഞാൻ പോവൂല. സാറിന്റെ മക്കള് അവരെ എന്തെങ്കിലും ചെയ്യും സാർ. കൊച്ചപ്പ നമുക്ക് അങ്ങോട്ട് പോവാം. ആ വീട്ടിലേക്ക് പോവാം നമുക്കിപ്പോ തന്നെ. ആൻസി, ഒന്നുമില്ല ആൻസി, ഇത് അവൻ്റെ അടവാ, ഭീഷണിയാ. നമ്മൾ വിട്ടുകൊടുക്കാതിരുന്നാ മതി. ആൻസി, പേടിക്കാനൊന്നുമില്ല. ആൻസി, ഞാനൊന്ന് പറയട്ടെ. ആൻസി ഒരു കാര്യം ചെയ്യും, അവനെ വിളിക്ക്. എന്നിട്ട് അവനോട് പറ, ഞാൻ തോറ്റു, എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്, KGS കാൽക്കൽ വന്ന് വീഴും, കേസ് പിൻവലിക്കുന്നൊക്കെ പറ. ഋഷി വിളിക്കുന്നു, അവൻ വിളിക്കുന്നുണ്ട്. കണ്ടോ, ഞാനിത് പ്രതീക്ഷിച്ചാ. അവൻ ആദ്യം വീഡിയോ ഇടും, പിന്നെ അവൻ്റെ കോൾ വരും. എടുത്തിട്ട് പറയാൻ സി. സാറേ, നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കണോ സാറേ? തോറ്റു കൊടുക്കാനല്ല കൊച്ചാപ്പ, ഇത് നമുക്ക് ജയിക്കാനാ. ഇന്നത്തെ രാത്രി അവൻ ജയിച്ചോട്ടെ, നാളത്തെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോൺ എടുക്കാൻ സി. ഹലോ. അതെ, ഞങ്ങളിന്ന് ഭയങ്കര ആഘോഷത്തിലാ. വീഡിയോ അയച്ചത് നീ കണ്ടല്ലോ? കണ്ടു. ഋഷി എന്റെ മക്കളെ എന്തിനാ വിഷമിപ്പിക്കുന്നേ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞങ്ങളുടെ കാര്യം വിട്, പാവം പിടിച്ച 2 പിള്ളേര്. അതിലൊരുത്തനാണ് തീരെ വയ്യ. അതുങ്ങളാണ് ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല. ഇങ്ങനെ പോയ ഒരാഴ്ച കൊണ്ട് എല്ലും തോലുവാവും. നിനക്ക് അതുങ്ങളോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അതുങ്ങളുടെ തോടി എത്തിയേനെ. എല്ലാം ഞാൻ നിന്നോട് വിശദമായിട്ട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ നിനക്ക് കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹം നിന്റെ KGSനോടാ. ഋഷി പ്ലീസ്. വേണ്ട, ഒന്നും പറയണ്ട. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. അതിനു മുമ്പ് അറിയിക്കേണ്ട രീതി നിന്നെ അറിയിക്കണമല്ലോ. അതിനാ ഈ വീഡിയോ അയച്ചത്. ഇനി അനന്തനെന്ന് നിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമെന്ന് നീ വിചാരിക്കണ്ട. അത് നിനക്ക് ഇപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇനി ആ പിള്ളേരെ വെളിച്ചം കാണണമെങ്കിൽ ഈ ഋഷി തീരുമാനിക്കണം. ഋഷി പ്ലീസ്, ഞാൻ വന്നോളാം. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. ദയവ് ഇതിന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. ഞാൻ എല്ലാ കേസും പിൻവലിക്കണം, അതല്ലേ നിന്റെ ആവശ്യം? ശരി, ഞാനത് KG സാറിന്റെ അടുത്ത് പറഞ്ഞ് ശരിയാക്കിക്കോളാം. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ പ്ലീസ്. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. എനിക്കവരെ വേണം. എനിക്കൊരു കേസും വേണ്ട. ഞാൻ എല്ലാം പിൻവലിച്ചോളാം. നീ ഇത് വെറും വാക്കാണോ ഈ പറയുന്നത്? അല്ലല്ല, ഞാൻ സാറിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കോളാം. പ്ലീസ്, എല്ലാം ഏറ്റു പറയാൻ ഞാൻ. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ഞാൻ എല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പ്ലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നീ അനുസരിക്കുകയാണെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് തിരിച്ചു തരാൻ ഞാൻ ചിറ്റപ്പനോട് പറയാം. പക്ഷെ നീ എനിക്ക് ഇപ്പൊ തന്ന ഉറപ്പ് അതുപോലെ പാലിച്ചാൽ ഞാനും എൻ്റെ വാക്ക് പാലിക്കും.
ശരി ശരി, ഞാൻ അതുപോലെ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഈ രാത്രി ഞങ്ങളുടെ ആഘോഷരാവ. നാളത്തെ പകൽ അത് നിനക്ക് വേണ്ടിയുള്ളതാ. ശുഭരാത്രി. എന്താ ഫോൺ കട്ട് ചെയ്തു. കണ്ടില്ലേ, ഇത്രയുള്ളവൻ. ഇന്നത്തെ രാത്രി അവിടെ പിള്ളേർ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ഹോട്ടൽ മുറിയിൽ നിങ്ങളും സുഖമായിട്ട് ഉറങ്ങിക്കോ. പോവാം, വിഷമിക്കാണ്ടിരിക്കേ കേട്ടോ. അതെ, ഈ കിച്ചൺ ഒന്ന് ഒഴിയണം. എനിക്ക് ഋഷിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതാ. എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് മാറി തരാം. നിന്റെ സൗകര്യത്തിന് അടുക്കള ഉപയോഗിക്കണമെങ്കിലേ നീ വേറെ സൗകര്യം നോക്കിക്കോണം. ഇവിടെ പറ്റത്തില്ല ഇതൊന്നും. നിന്റെ രീതികളൊന്നും ഇവിടെ ശരിയാവില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ രീതി ഞാൻ നോക്കിക്കോളാം. മമ്മി, ആ ദേ നിങ്ങളുടെ മോൻ വിളിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ആദ്യം എനിക്കുള്ളത് പ്രിപ്പയർ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. എടി നിന്നോട് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? ഋഷിക്ക് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. നീ പുറത്തൊക്കെ വല്ലവന്റെയും കൂടെ തെണ്ടി നടന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്. നീ അങ്ങനെ അങ്ങ് പൊയ്ക്കോ. ഒന്നാമത് ഇവിടെ സെർവന്റ് ഇല്ലാത്തതാ, അറിയാലോ. ഞാൻ തന്നെ വേണം ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. മരുമോനെ, മകനെ പ്രൊമോഷൻ കിട്ടിയ ആളല്ലേ, നന്നായി സൂക്ഷിച്ച് പരിപാലിച്ച് ഊട്ടിവിട്. ഒരമ്മയുടെ കടമയല്ലേ. പല്ലവേപ്പിനെ നിങ്ങക്ക് വഴിയിൽ കിട്ടിയതാണല്ലോ. ഇനി അതിനുള്ള പരിഗണന പോലും എന്റെ അടുത്ത് കാണിക്കണ്ട. മമ്മി, ഇന്നലെ ഇവിടെ അനന്ത ചിറ്റപ്പന്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അറിഞ്ഞായിരുന്നോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അപ്പൊ മമ്മി ഇതൊന്നും അറിഞ്ഞില്ലേ? ചിറ്റപ്പനൊന്നും വിളിച്ചു പറഞ്ഞതുമില്ല. എന്തോ നടിയത്? നീ എന്തിനടി അവിടെ പോയത്? നിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അനന്തൻ ഇവിടുന്ന് പോയത്. നീ അവിടെയും ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നം ഉണ്ടാക്കിയത് മാത്രമല്ല മമ്മി, അവൾ അനന്ത ചിറ്റപ്പന്റെ മുമ്പിൽ 2 കൈ തലേ വെച്ച് പ്രാഗി ഈ തറവാട് നശിച്ചു പോണേന്ന്. അങ്ങനെ എടുത്ത് ഈ വീട്ടിൽ നിർത്തിയാൽ ശരിയാവത്തില്ല. അടുക്കളയിലൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നേ സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. അവസാനം എല്ലാവരും കൂടെ കിടപ്പായി പോവും. ഡാ, നിനക്ക് നാണമില്ലേ? നീ ഒരാണാണോ? ഡാൽപ്പോങ്കിലും മാനം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ വന്ന് നിന്റെ ഈ അമ്മായിയമ്മയുടെ ശുശ്രൂഷ അനുഭവിക്കാൻ നിൽക്കോ നീ? ഈ പരീക്ഷാ കേസൊക്കെ നിന്റെ മമ്മിക്കും അറിയാം, അതാ നിന്നെ അങ്ങോട്ട് കയറ്റാത്തത്. ഇപ്പൊ കുരുങ്ങോന്ന് അറിയാവുന്നോണ്ട്, സപ്പോർട്ട് ഇവിടുന്ന് കിട്ടുമെന്ന് അറിയാവുന്നോണ്ട് മോനൊന്നും മിണ്ടാതിരിക്ക. നീ എന്തോ തോന്നിയവാസവാടി പറയുന്നേ? നീ ഈ വീട്ടിൽ കയറാതിരിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. വക്കീലമ്മയ്ക്ക് അതിനുള്ള വക പറയാമെങ്കിലേ അതങ്ങ് ചെയ്, ചുമ്മാ പേടിപ്പിക്കല്ലേ. നീ ആ KGS കണ്ടിട്ടല്ലേ ഞെളിയുന്നത്? ആ മമ്മി, അങ്ങനെ തന്നെയാ. മമ്മിത അവന് വാരി കൊടുക്ക്. മമ്മി ഇപ്പൊ പറഞ്ഞല്ലോ ഇവളെ ഈ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള വകുപ്പ്. അങ്ങനെ വല്ലതുകൊണ്ട് അതാദ്യം ചെയ്യാൻ നോക്ക്. ഓ, ഒന്നുമില്ലെന്നേ, ചുമ്മാ വരട്ടെ. ഷോക്കോസ് നോട്ടീസ് വന്നതാ. കൃത്യമായിട്ട് അതിന് മറുപടിയും കൊടുത്തു. പിന്നെ നമ്മുടെ വക്കീലുണ്ടായിരുന്നല്ലോ, സേതുപതി സാറ് നിസാരക്കാരനാണോ? ചിത്രയാണെങ്കിൽ വാ പോലും തുറന്നില്ല. വക്കീല് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. വക്കീലിനെ എല്ലാം കൃത്യ അരച്ച് കാലയ്ക്ക് കുടിച്ച പോലെയാ. ഇനി എന്തോന്ന് അന്വേഷണമാ, റിപ്പോർട്ട് അങ്ങ് മുകളിലോട്ട് പോവും. അനന്തൻ വേറെ വീട് വാങ്ങിയല്ലോ, പിള്ളേരുമായിട്ട് ഇപ്പോൾ അവിടെ അല്ലയോ? സാർ അങ്ങോട്ട് വാ. ഇനി ഞങ്ങളുടെ ഈവനിങ് ക്ലബ്ബെല്ലാം അവിടെ ആയിരിക്കും. സിനിമയുടെ ഫുൾ ഡിസ്കഷനും അവിടെ ആയിരിക്കും. സാർ അങ്ങോട്ടേക്ക് വാ. ശരി സാറേ, ഞാൻ വിളിക്കാം. അതെ സാറേ, ഒരു ന്യൂസ് ഉണ്ട് കേട്ടാ. എന്താ അത്? KGS പെണ്ണ് കേസിൽ കൊടുക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അതെയോ? മേഡം ഇല്ലേ? ഉണ്ട്, വാ പറയാം. ഈ സഫേര ഹോട്ടലിലാണെങ്കിൽ പഴയ മാനേജ്മെന്റിനെ എനിക്കറിയാം. മലബാറിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പാ ഇപ്പൊ ആ ഹോട്ടൽ നടത്തുന്നത്. ഇപ്പോഴത്തെ മാനേജർ ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ മേഡം ഇതിനൊക്കെ മാനേജർ? എനിക്ക് റൂം പോയി മതിട്ടാ. അതിനുള്ള പാർട്ടിക്ക് എന്റെ കയ്യിലുണ്ട്. മാഡത്തിന്റെ സപ്പോർട്ട് അത് മാത്രം മതി എനിക്ക്. ഈ റെയ്ഡ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴേ അത് മാഡം ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതിനുള്ള പിടിപാടൊക്കെ ചിത്രാ മാഡത്തിനുണ്ടല്ലോ.
ചിത്രേ മിനിസ്റ്ററെ വിളിക്കടി. അല്ലേ നമ്മുടെ MLA ഇരിക്കല്ലേ മോൻസി, പുള്ളി വിളിക്കേ. നിങ്ങൾ എന്തൊരു വിവരക്കേടായി പറയുന്നേ? നമ്മൾ ഇവിടെ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ലീക്ക് ചെയ്താലേ അതൊരു സെക്കൻഡ് കൊണ്ട് KGSന്റെ ചെവിയിലെത്തും. ഇത് പൂർണ്ണമായിട്ടും ബേബി അങ്ങ് ഹാൻഡിൽ ചെയ്താൽ മതി. നമ്മുടെ മീഡിയ രമേശിനെ കൊണ്ട് അത് പോലീസിൽ അറിയിക്കാം. പിന്നെ മറ്റു പ്രൊസീജിയറൊക്കെ അങ്ങനെ അങ്ങ് നടന്നോളും. വാർത്തയും അവർ ഹാൻഡിൽ ചെയ്തോളും. അത് നല്ലതാട്ടാ. എന്തെങ്കിലും ഇഷ്യൂ വന്നാലും അത് മീഡിയയുടെ തലയിലിരിക്കും. മേഡം അങ്ങോട്ട് സേഫ് ആവും. അപ്പൊ ബേബി, ഈ KGSും ആൻസി വർഗീസും ഇപ്പൊ ആ ഹോട്ടലിലാണോ താമസിക്കുന്നത്? ഏയ് ആണ്. പക്ഷേ രണ്ടും മുറിയിലാട്ടാ. 301, 306 തേർഡ് ഫ്ലോറില് ഓപ്പോസിറ്റാ മുറികള്. അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചുട്ടാ. റൂം ബോയിനെ 2 പേരെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു മിടുക്കി പെണ്ണിനെ വൈകുന്നേരം ആവുമ്പോ KGSന്റെ റൂമിലേക്ക് അങ്ങോട്ട് എത്തിക്കും. ആ പെൺകുട്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആള് തന്നെയാണോ? അതോ പോലീസ് വരട്ടുമ്പോഴേ KGSന്റെ മുമ്പില് ബബബ അടിക്കുവോ? ഏയ്, ഒരിക്കലുമില്ല. അതെ, അവളൊരു ഊമയാ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഊമയോ? അപ്പൊ പോലീസ് വരുമ്പോഴേ അവളെല്ലാം എഴുതി കൊടുത്താ എന്ത് ചെയ്യും? അത് അതിനേക്കാൾ വലിയ രേഖയില്ലയോ? ഏയ്, അതൊരു പ്രോബ്ലം ഇല്ല. അവളെ എഴുതി കൊടുത്താലും അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ആൻസി വർഗീസ് ആണെന്ന് അവൾ അങ്ങോട്ട് എഴുതി കൊടുക്കും. ആ കൊച്ചാപ്പന്റെ പേര് കൂടി അങ്ങോട്ട് എഴുതി കൊടുക്കും. അങ്ങനെ തന്നെ വേണം. അത് ഞാൻ പറയാനിരിക്കായിരുന്നു ബേബിയോട്. ആൻസിക്കും കൊച്ചാപ്പനും ഇത് തന്നെ ബിസിനസ് എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കണം. ആ വീഡിയോ കേസ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതിനൊരു പബ്ലിസിറ്റിയും കിട്ടട്ടെ. അവർക്കിപ്പോഴും ബിസിനസ് ഇതാണെന്ന് പബ്ലിക് അറിയട്ടെ. ഈ വരുന്ന പെൺകുട്ടി മിടുക്കിയാണല്ലോ അല്ലേ? പിന്നെ മാഡം, എന്റെ അടുത്ത് വരുന്നതൊക്കെ മോശമാവും അങ്ങട്. പക്ഷെ ഇത്തിരി പൈസ കൂടുതലാട്ടാ. അത് നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണേ. ഈ മോഡലിംഗ് ഒരു ക്രൈസാ. ഈ മോഡലിംഗ് ആവുമ്പോ ഊമയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. അതിന് ഡബിങ് ഇല്ലല്ലോ. പക്ഷെ നല്ല തുക കൊടുക്കണം, എന്നാലും അവൾ അങ്ങോട്ട് ഒതുങ്ങൂ. എത്ര കൊടുക്കേണ്ടി വരും? അതൊന്നാ ചോദിക്കണത്. കാര്യം വൃത്തിയായിട്ട് നടക്കുമെങ്കിൽ 1 or 2 തരാം. ആണാ? അപ്പൊ അഡ്വാൻസ്? അഡ്വാൻസ് ഒന്നുമില്ല. കാര്യം നടന്നു വാർത്ത വന്നാൽ അപ്പ ക്യാഷ്, അത്രേ ഉള്ളൂ. അതെ ബേബിയെ, ആലോചിച്ച് സമയം കളയാതെ വേഗം പോ. അതെ, അഡ്വാൻസ് കൊടുത്തില്ലെങ്കിലേ കാര്യം നടക്കില്ല സാറേ. പകുതിയെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. ആണോ? സാറിന്റെ കയ്യിലുണ്ടാ? പകുതി ഇങ്ങെടുത്താ മിസ്സസ് അറിയണ്ടാട്ടാ. ബേബി, അതിന് എന്റെ കയ്യിൽ എവിടുന്ന പൈസ? കാറിന്റെ അകത്തെ ഡീസലിന്റെ അളവ് വരെ മാർക്ക് ചെയ്താ അവൾ എന്നെ വിടുന്നേ. 1 കിലോമീറ്റർ കൂടി പോയാ കാശ് എന്റെ കയ്യിൽ നിന്ന് അവള് വാങ്ങിക്കും. ഞാനേ ഇപ്പൊ തന്നെ കടത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാട്ടാ. കൃഷി സാറുണ്ടാ? മുകളിലുണ്ട്. എന്നാലേ ഞാനിത് അവിടെ സംസാരിക്കാം. ശരി എന്നാ. ബേബി, നീ വന്ന. എന്താ സാറേ? അതെ, ഈ ഊമ പെണ്ണ് എവിടുത്തെ കാര്യ? അയ്യോ, ഡീസൽ അടിച്ച എന്റെ കടം സാറിന് കിടക്കല്ല സാറേ. അയ്യോ, അതങ്ങോട്ട് വിട്ടേക്കിട്ടാ. അതെ, അതൊരു ഊമയാ. കഷ്ടം. ആ, ഞാൻ ഹോട്ടൽ സഫേരയിലാ. കുറച്ച് ബിസിയാ. ഞാൻ വന്നോളാം. ആ ഋഷി വന്നില്ലായിരുന്നെങ്കിൽ ചിറ്റപ്പനോടെ കിടക്കാൻ സമ്മതിച്ചേനെ. ഇല്ല മോളെ, അയാളും സമ്മതിക്കില്ല. പല്ലവി ആ വീട്ടിൽ കയറരുത്. അത് അയാൾ ഉൾപ്പെടെ എല്ലാവരും കൂടെ എടുത്ത തീരുമാനാ. ആ വീട്ടിൽ ഋഷിയെക്കാട്ടിലും അനന്ത് തന്നെയാണ് മോളുടെ ശത്രു. അതാദ്യം മനസ്സിലാക്ക് പല്ലവി. അതെ മോളെ, ഞാൻ ആ വീട്ടിലോട് ചെല്ലുന്നെന്ന് വിചാരിക്കുക. കുഞ്ഞുങ്ങളുടെ കൂടെ കയറി ഞാനങ്ങ് താമസം തുടങ്ങുക. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും കൊച്ചാപ്പനോട് വിരോധമൊന്നും ഇല്ലേ? കൊച്ചാപ്പൻ ചെന്നാൽ അതുങ്ങൾക്ക് ഇതിൽ പരം സന്തോഷം വേറെ വല്ലതും ഉണ്ടോ? ഞാൻ അവിടെ കയറി കുഞ്ഞുങ്ങളുടെ കൂടെ താമസം തുടങ്ങിയാൽ എന്താ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ കൊച്ചാപ്പ?
ഒന്നാമത് അവർ സമ്മതിക്കത്തില്ല. പിന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യമില്ല കൊണ്ട്. കുഞ്ഞുങ്ങളേതായാലും സ്കൂളിൽ പോവല്ലോ, നമുക്ക് അവിടെ ചെന്ന് കാണാം. അതിന് കോടതിയുടെ അനുവാദം വേണ്ടായോ? ഒന്നും വേണ്ട ഒച്ചാപ്പ. എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയിട്ട് കാണാനായിട്ട് എനിക്ക് അവിടുത്തെ പ്രിൻസിപ്പളിന്റെ അനുവാദം മാത്രം മതി. അത് മതി കുഞ്ഞമ്മ. പിന്നെ 2 ദിവസം കൂടുമ്പോ ഞാനും ഒരപ്പെ കണ്ടോളാം. വലവും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാലോ. എന്നാൽ എന്തൊരു ഗതികെട്ട ജീവിതമായത്. ഇവിടം കൊണ്ട് തീരത്തില്ലല്ലോ ദൈവമേ. സോ എടി മോളെ, സൈനായിട്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഉടനെ സംഘടിപ്പിച്ചോണ്ട് പോവാ. എല്ലാത്തിനെയും കലക്കി കുടിപ്പിച്ചാ കിടത്തിയേക്കാം. അതോടെ നാശങ്ങൾ ഇതങ്ങ് തീരുമല്ലോ. കൊച്ചാപ്പൻ ജയിലോട്ട് പോയിക്കോളാം. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. എന്തോ കൊച്ചപ്പ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? പിന്നെ അല്ല എന്തുവാ? ആ കൂടത്തായില്ലേ പെണ്ണുമ്പളേ 6 എണ്ണത്തിൽ അങ്ങ് തീർത്തില്ലയോ? എണ്ണി നോക്കിയാൽ നിങ്ങളുടെ തറവാട്ടിൽ 4 എണ്ണം ഇല്ലയോ? പോട്ടുമുളയെല്ലാം ഇതെന്തിനാ അതൊക്കെ ജീവിച്ചിരിക്കുന്നേ? കൊച്ചപ്പ വെറുതെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. KG സാർ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ ഇപ്പോ. നമുക്ക് വളഞ്ഞ വഴിയൊന്നും വേണ്ട. ഇല്ലാത്ത കേസൊന്നും നമ്മളുണ്ടായിക്കൊണ്ടുവന്നല്ലോ. അവരെല്ലാം തെറ്റ് ചെയ്തവരാണ്. നിയമത്തിന്റെ വഴിയുണ്ട്, നമുക്കത് മാത്രം മതി. മഹാത്മാഗാന്ധിയുടെ വകുപ്പൊക്കെ പണ്ട് നടക്കുമായിരുന്നു. ഇപ്പൊ അത് നടക്കത്തില്ല മോളെ. കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം. അടിച്ചാലേ തിരിച്ചടിക്കണം. കൊച്ചപ്പ തിരിച്ചടി തന്നെയല്ലേ നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇന്നത്തെ KG's ഈവനിങ്സ് അതിനുള്ളത് തന്നെയല്ലേ? ഓ പിന്നെ ഒരു KGS. ഡോണ്ട് വെറി മാൻ, സമാധാനമായിട്ടിരിക്കേ. ഇന്നൊരു തീരുമാനം ഉണ്ടാവും. അവിടെ കൊച്ചുങ്ങളെ രണ്ടും ഭർത്താവിന്റെ വീട്ടിൽ സുരക്ഷിതരല്ല എന്ന് അവൾക്ക് കൃത്യമായിട്ട് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി കൊണ്ട്. ഋഷി, നമുക്കങ്ങനെ സമാധാനിക്കാൻ പറ്റില്ലടാ. ഏതെങ്കിലും തരത്തിൽ ന്യൂസ് ലീക്ക് ചെയ്താൽ കുഴപ്പമില്ലേ? നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നതും ഇടപഴകുന്നതും ഒക്കെ ലീക്ക് ചെയ്താൽ കുഴപ്പമില്ലേ? മാത്രമല്ല, നീ അവളുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ദിവസം സമയം കൊടുത്തതല്ലേ? ഇന്നലെ രാത്രി കൊണ്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്തു കാര്യങ്ങൾ. എന്നിട്ട് എന്തായി? ഇപ്പൊ ഉച്ച കഴിഞ്ഞു. എന്തേലും മൂവ്മെന്റ് ഉണ്ടോ അവരുടെ ഭാഗത്തു നിന്ന്? ഉണ്ടോ? മോൻസി, എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. നോക്കിക്കോ, ഇന്ന് വൈകുന്നതിന് മുമ്പ് അവൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വരും. എൻ്റെ മുമ്പിൽ വന്ന് സറണ്ടർ ചെയ്യുകയും ചെയ്യും. അവൾ കാല് പിടിച്ച് റിക്വസ്റ്റും ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങളെ ഈ ഋഷിയുടെ കൺട്രോളിലാണ്.